ഈ സിനിമേനെ കുറിച്ചിട്ട് പറഞ്ഞു തുടങ്ങും മുന്നേ, ഈ 'സലാർ' എന്ന സിനിമയുടെ പ്രമോഷന്റെ ഭാഗമായിട്ട് നടത്തിയ ഇന്റർവ്യൂകളില് പൃഥ്വിരാജ് ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഈ 'സലാർ' എന്ന സിനിമയുടെ സ്ക്രിപ്റ്റിനെ പൃഥ്വിരാജ് ഉപമിക്കുന്നത് 'ഗെയിം ഓഫ് ത്രോൺസ്' പോലെയുള്ള ഒരു വലിയൊരു സീരീസ് ആയിട്ടാണ്. അതിന് അദ്ദേഹം പറഞ്ഞ കുറച്ച് ന്യായീകരണങ്ങളുണ്ട്. ഇതിലെ പല ക്ലാൻസ് വരുന്നുണ്ട്. അപ്പൊ അവര് തമ്മിലുള്ള ഇന്റേണൽ ഫൈറ്റ് കാര്യങ്ങള്, അതുപോലെ ക്യാരക്ടർ ഡെപ്ത്, അതുപോലെ ക്യാരക്ടർ എലിവേഷൻ കാര്യങ്ങൾ, അങ്ങനെ കുറേയധികം സംഭവങ്ങൾ അദ്ദേഹം ഇതിനെക്കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് ഈ ഒരു എന്താ പറയാ, ഈ 'ഗെയിം ഓഫ് ത്രോൺസ്' എന്ന് പറഞ്ഞ സീരീസ് ആയിട്ട് ഈ ഒരു സ്ക്രിപ്റ്റിനെ ഉപമിക്കാനുള്ള കാര്യം. പക്ഷെ അദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞു. എനിക്കറിയില്ല എത്രത്തോളം 2 സിനിമയിൽ മാത്രമായിട്ട് ഈ കാര്യങ്ങളൊക്കെ ഇലാബറേറ്റ് ചെയ്ത് പറയാൻ പറ്റും എന്നുള്ള കാര്യം അറിയില്ല എന്നുകൂടി അദ്ദേഹം പറഞ്ഞു. അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഇതൊരിക്കലും ഒരു 2 സിനിമയ്ക്കുള്ള സബ്ജക്റ്റ് അല്ല ഇത്. ഇത് വലിയൊരു വെബ് സീരീസിനുള്ള ഒരു 12 എപ്പിസോഡോ ഒരു 6 എപ്പിസോഡോ ഒക്കെ വരുന്ന ഒരു വലിയ ഒരു വെബ് സീരീസിന് വേണ്ടിയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. അല്ലെങ്കിൽ അതിലും മേലേക്ക് പോകുന്ന വെബ് സീരീസിന് വേണ്ടിയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. കാരണം ഈ എപ്പിസോഡുകളിലൂടെ നമ്മൾ സഞ്ചരിച്ച് ഈ ക്യാരക്ടറായിട്ടൊക്കെ നമുക്കൊരു ഒരു കണക്ഷൻ വന്നു. എന്നാൽ മാത്രമേ നമുക്ക് ഇതിലെ പല സീൻസ് കാണുമ്പോഴും നമുക്ക് രോമാഞ്ചം വരുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് അത്രയും ഒരു താതാത്മ്യം പ്രാപിക്കാൻ പറ്റുള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം. ഈ സിനിമയിലേക്ക് വരുമ്പോൾ ഇതില് കാണുന്ന ഓഡിയൻസിന് രോമാഞ്ചം വരുത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്കൊരു ചാർജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന, മ്യൂസിക്കിൽ എൻഹാൻസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരുപാടധികം സീൻസ് ഉണ്ട്. അവിടെയൊക്കെ നമ്മുടെ തിയേറ്ററിൽ നിന്ന പ്രേക്ഷകര് നിശബ്ദമായിരുന്നു, സത്യം പറയാലോ. അതായത് ആരും വലിയ ഒച്ച ഉണ്ടാക്കുന്നില്ല, ആരും കൂവി വിളിക്കുന്നില്ല. എല്ലാവരും വളരെ കാമായിട്ടിരുന്ന് സിനിമ കാണുമായിരുന്നു. 3 മണിക്കൂറുണ്ട് സിനിമ. ഒരിക്കലും ബോറടിച്ചിട്ടുള്ള സിനിമ. എവിടെയും വലിച്ചിലോ ബോറിങ്ങോ ഒന്നും തോന്നിയില്ല. ഒരു നമ്മളെ എൻഗേജ് ചെയ്ത് നിർത്തുന്ന എന്തോ ഒന്ന് സിനിമയിലുണ്ട്. എന്നാൽ അതിനപ്പുറത്തേക്ക് ഒരു മാസ് ഫീലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഭയങ്കര ഒരു എലിവേഷനോ, സിനിമ കണ്ടിറങ്ങിയിട്ട് ഒന്നും കൂടി പോയി സിനിമക്ക് കയറണം എന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു സംഭവവും ഈ 'സലാർ' എന്ന ഈ ഫസ്റ്റ് പാർട്ട് മൂവിയിൽ എനിക്കൊന്നും തന്നെ ഫീൽ ചെയ്തില്ല. പ്രശാന്ത് നീലിന്റെ ഇതിന് മുന്നത്തെ ചിത്രമായിട്ടുള്ള KGF 2 കണ്ട സമയത്ത് 3 തവണയാണ് ഞാൻ തിയേറ്ററിൽ പോയി കണ്ടത്. 3 തവണ. ആദ്യത്തെ ഒരു തവണ മലയാളം കണ്ടു, രണ്ടാമത് തമിഴ് കണ്ടു, വീണ്ടും ഒരു പ്രാവശ്യം കൂടി പോയി മലയാളം കണ്ടു. അങ്ങനെ 3 തവണയാണ് ആ സിനിമ കണ്ടത്. 3 പ്രാവശ്യം കണ്ടിട്ട് എനിക്കൊരു തരി പോലും ബോറടിക്കാതിരുന്ന് കണ്ട പടമാണ്. പക്ഷെ ഈ സിനിമയിലേക്ക് വരുമ്പോൾ ഇത് ഇനി കാണണമെന്നൊരു തോന്നലൊന്നും എനിക്കില്ല. സത്യം പറയാലോ, ഒരു തോന്നലുമില്ല. പിന്നെ ഇതിലെ ക്യാരക്ടറിന്റെ പെർഫോമൻസ് കാര്യങ്ങൾ ഇങ്ങനെ അധികം എടുത്ത് പറയാൻ തന്നെ എനിക്ക് ഈ സിനിമയെ കുറിച്ചിട്ട് തോന്നുന്നില്ല, അത് പറയാലോ. പെർഫോമൻസ് കാര്യങ്ങൾ ആദ്യം തന്നെ ഡബിങ്ങിനെ കുറിച്ചിട്ട് പറയണം. ഡബിങ് ഭയങ്കരമായിട്ട് ഏലിയനേറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. അതായത് ഗൂഗിൾ ട്രാൻസ്ലേറ്റർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. KGF-ലും ബാഹുബലിയിലും അല്ലെങ്കിൽ KGF ഫസ്റ്റിൽ പോലും നമുക്ക് അതിലെ ഡയലോഗുകൾ നമുക്ക് ഒരിക്കലും ഒരു അതർ ഭാഷ അല്ലെങ്കിൽ ഒരു അതർ ലാംഗ്വേജിൽ നിന്ന് കൺവേർട്ട് ചെയ്തെടുത്ത ഇതായിട്ട് നമുക്ക് ഫീൽ ചെയ്തില്ല. പ്രത്യേകിച്ച് ചില പാട്ടുകളാണെന്നുണ്ടെങ്കിലും ഇതിലെ മൊത്തത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ഡയലോഗുകളാണെന്നുണ്ടെങ്കിലും കൃത്യമായിട്ട് മറ്റൊരു ഭാഷയിൽ നിന്ന് കൺവേർട്ട് ചെയ്തെടുത്ത, അല്ലെങ്കിൽ മറ്റൊരു ഭാഷയിൽ നിന്ന് പരിഭാഷ ചെയ്തെടുത്ത ഒരു ഡയലോഗായിട്ട് നമുക്ക് വളരെ കൃത്യമായിട്ട് ഫീൽ ചെയ്യും. പല ഡയലോഗുകളും കേട്ടിട്ട് ഇവരെന്തായി പറഞ്ഞേ എന്നുള്ള രീതിയിൽ ഒക്കെ ഇരിക്കേണ്ട അവസ്ഥയൊക്കെ വന്നു. പ്രത്യേകിച്ച് പൃഥ്വിരാജും പ്രഭാസും തമ്മിലുള്ള ചില ഡയലോഗ് കാര്യങ്ങളൊന്നും അതായത് ഈ കറക്റ്റ് ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൽ ഇട്ട പോലത്തെ കുറച്ച് കാര്യങ്ങളാണ് അവർ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ചധികം പ്രശ്നങ്ങൾ ഡബ്ബിങ്ങിൽ ഉണ്ടായിരുന്നു. പെർഫോമൻസ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രഭാസ് അദ്ദേഹത്തിന്റെ കഴിഞ്ഞ കുറച്ച് ദുരന്ത സിനിമകളിൽ നിന്ന് ഫാർ ഫാർ ബെറ്റർ ആയിട്ടുണ്ട് ഇതിലെ പെർഫോമൻസ് വരുമ്പോൾ. പൃഥ്വിരാജ് ആസ് ഓൾവേസ് പുള്ളി പൊളിച്ചടുക്കിയിട്ടുണ്ട്. പുള്ളി സാധാരണ ഇതുപോലത്തെ മാസ് റോളൊക്കെ കിട്ടി കഴിഞ്ഞാൽ പുള്ളി തകർക്കാറുണ്ട്. അത് ഇവിടെയും പുള്ളി കാണിച്ചിട്ടുണ്ട്. ആ ഒരു റേഞ്ച് ലാസ്റ്റത്തെ ക്ലൈമാക്സ് ഫൈറ്റിൽ നമുക്ക് കാണാം. പൃഥ്വിരാജ് എന്ന് പറഞ്ഞ ആ ഒരു ആളുടെ ഒരു സ്വാഗ് കാര്യങ്ങളെല്ലാം നമുക്ക് കാണാം. അതെന്തായാലും പ്രതീക്ഷിച്ചതാണ്, അത് അതുപോലെ തന്നെ കിട്ടി. പിന്നെ പിന്നെ അങ്ങനെ പെർഫോമൻസ് ഒന്നും എടുത്തു പറയാനായിട്ട് ആരുമില്ല. നായികയുടെയൊക്കെ കാര്യം പറയാം എന്നേ ഉള്ളൂ. ഇനി അടുത്ത എന്തെങ്കിലും സീനുണ്ടോ എന്നൊന്നും അറിയില്ല. എനിവേ, ഈ സിനിമ എന്നിലൊരു ആവറേജ് അനുഭവമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. പക്ഷെ ഈ പറഞ്ഞ പോലെ ഒരു നല്ലൊരു ബേസ് തിരക്കഥയുണ്ട്. അത് ഇനി ഈ ഒരൊറ്റ സിനിമയിലൂടെ ഒതുക്കിയതിലുള്ള ഒരു സങ്കടം മാത്രമേ ഉള്ളൂ. ഇതൊരു ഗെയിം ഓഫ് ത്രോൺസ് പോലെ ഒരു 4-5 എപ്പിസോഡായിട്ട് നമ്മൾ ആ ഒരു തിരക്കഥയിലൂടെ ഓരോ വ്യക്തികളിലൂടെയും ഓരോ ക്ലാൻസിലൂടെയൊക്കെ സഞ്ചരിക്കേണ്ട ഒരു കഥ തന്നെയായിരുന്നു ഇത്. അത് 2 സിനിമയായിട്ട് ഒതുക്കിയാൽ അത് എത്രത്തോളം വർക്കൗട്ട് ആവുമെന്ന് അറിയില്ല.
എനിവേ ഇനി അടുത്ത ഒരു പാർട്ടിന് വേണ്ടിയിട്ട് വലിയൊരു വെയിറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പോയി കാണും. അത്രേ ഉള്ളൂ ഈ സിനിമയെ കുറിച്ചിട്ട് പറയാനായിട്ട്. അപ്പോൾ ഇന്നലെ ഇന്നുമായിട്ട് ഇറങ്ങിയ സിനിമകളിൽ രണ്ടെണ്ണം കണ്ടു. നേര്, അതുപോലെ സലാർ. ഈ രണ്ടെണ്ണത്തിൽ ബെറ്റർ എന്ന് എനിക്ക് ഫീൽ ചെയ്തത് നേര് തന്നെയാണ്. രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള രണ്ട് ജോണറാണ്. പക്ഷേ നമ്മൾ തിയേറ്ററിൽ പോയി സിനിമ കണ്ടു കഴിയുമ്പോൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഓക്കെ, നമുക്ക് അടിപൊളി ഒരു പടം കണ്ടു എന്നൊരു തോന്നലുണ്ടാവുമല്ലോ. ആ തോന്നൽ ഏതൊരു സിനിമക്കും ഉണ്ടാകാം. അത് ലൂസിഫർ പോലെയുള്ള ഒരു ജയന്റ് മൂവിക്കും ഉണ്ടാകാം, അല്ലെങ്കിൽ കുമ്പളങ്ങി നൈറ്റ്സ് പോലെയുള്ള ഒരു സാധാ ഒരു ബ്യൂട്ടിഫുൾ മൂവിക്കും ഉണ്ടാകാം. അപ്പൊ ആ ഒരു ഫീൽ ഉണ്ടാക്കുന്ന കാര്യത്തിൽ സലാറ് അത്ര വലിയൊരു വിജയമാണെന്ന് ഞാൻ പറയില്ല. പക്ഷെ നേര് എന്നിൽ അങ്ങനത്തെ ഒരു സന്തോഷം ഉണ്ടാക്കിയ ഒരു സിനിമയാണ്. അപ്പോൾ അത് മാത്രമേ ഉള്ളൂ ഈ സിനിമയെ കുറിച്ചിട്ട് പറയാനായിട്ട്. അത്രേ ഉള്ളൂ പറയാനായിട്ട്. എനിവേ ഇത്ര കാര്യങ്ങൾ വീഡിയോ ഉണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച്.